ഒരുപാട് ദിവസങ്ങളായി കുട്ടികളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് അംഗനവാടിയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങോട്ട് പോകും എന്നുള്ള വിഷയത്തിൽ ആകെ കൺഫ്യൂഷനായിരുന്നു. ആദ്യം തിരുവനന്തപുരം സൂവിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ചെറിയ കുട്ടികളെയും കൊണ്ട് തിരുവനന്തപുരം വരെ പോയി വരിക എന്നുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് കുറേ ആൾക്കാർ പരവൂരുള്ള ഈ ആനത്താവളത്തിനെ പറ്റിയിട്ട് പറഞ്ഞത്. ഈ കാവേരി പാർക്കിലാകുമ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്കും ഉണ്ട്. അതുപോലെ തന്നെ നല്ല തണലും ധാരാളം പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവിടെ കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 4-5 വർഷത്തിന് മുന്നേ ഞാനിവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളത് കൊണ്ട് തന്നെ കാവേരി പാർക്ക് നല്ലൊരു സജഷനാണെന്ന് എനിക്കും തോന്നിയിരുന്നു. ആനത്താവളം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആകെ 2 ആനകൾ മാത്രമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരു പിടിയാനയുണ്ട്, ഒരു കൊമ്പനാനയുണ്ട്. കൊമ്പനാന കുറച്ച് അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ അവിടെ കയറ് കെട്ടി അങ്ങോട്ട് ആരെയും കയറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ പിടിയാനയുടെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് സവാരി ചെയ്യാം കേട്ടോ. 500 രൂപയാണ് ഒരു സഫാരിക്കായിട്ട് അവർ ഈടാക്കുന്നത്. പിന്നീട് ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് വെച്ചാൽ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല. 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 രൂപയും 10 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് 100 രൂപയുമാണ്. ആ പിടിയാനയുടെ പേര് ഗംഗ എന്നാണ്. അഗ്രസീവായിട്ടുള്ള കൊമ്പനാനയുടെ പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ കയറ് കെട്ടിയിരിക്കുന്നത് കൊണ്ട് ഒരു ഫോട്ടോയോ വീഡിയോ പോലും എടുക്കാൻ നമുക്ക് സാധിച്ചില്ല. വിശ്രമിക്കാനും അത്യാവശ്യം നല്ല സ്ഥലങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വിശ്രമത്തിനായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗംഗ. അപ്പോൾ ആളുടെ പുറത്ത് നമുക്ക് സഫാരി ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ വിചാരിച്ചത് ഈ കുട്ടിയുടെ ബ്രൈഡ് ടു ബി ആണെന്നാണ് കേട്ടോ. പക്ഷേ ആളുടെ 19ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേയുടെ ആഘോഷമായിരുന്നു. പിന്നീട് നമ്മൾ നേരെ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് കറങ്ങി നടക്കാനായിട്ടാണ് പോയത്. 2 ടൈപ്പ് പാർക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ചെന്ന് കയറുമ്പോൾ ആദ്യം എൻട്രിയുടെ ഭാഗത്തായിട്ട് ഒരു ചെറിയ പാർക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ട് വരുമ്പോൾ അപ്പുറത്തെ സൈഡിലായിട്ടും ഒരു പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ചുകൂടി വലിയ സ്ലൈഡുകളും ഒക്കെയാണുള്ളത്. കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വലിയ സ്ലൈഡുകളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. 10 മണി മുതൽ 5 മണി വരെയാണ് പാർക്കിൻ്റെ പ്രവർത്തന സമയം. ഇത് എന്താണ് സാധനം എന്ന് ഞാൻ കുറേ നേരം നോക്കി. ഞണ്ടാണോ കൊഞ്ചാണോ ഒന്നും മനസ്സിലായില്ല കേട്ടോ. അതിൻ്റെ പേരും അവിടെ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ഫിഷിൻ്റെയൊക്കെ പേര് അത്യാവശ്യം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫിഷിൻ്റെയും പേരുകൾ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഓസ്കാർ ഫിഷ്. അങ്ങനെ ഈ അക്വേറിയം മുഴുവൻ നമ്മൾ ഓരോ ഫിഷിൻ്റെ പേരൊക്കെ നോക്കി മുഴുവനായിട്ട് കണ്ടു തീർത്തു. ഓരോ ഫിഷിൻ്റെ പേരും ഒക്കെ കേൾക്കാനും കാണാനും ഒക്കെ കുട്ടികൾക്ക് വളരെ ആകാംക്ഷയായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫിഷിൻ്റെ പേരും ഒക്കെ പറഞ്ഞു കൊടുത്ത് നമ്മളങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോൾ അവിടെ കുറേ ഗെയിംസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ 4 വർഷം മുന്നേ വന്നപ്പോൾ കളിച്ചിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ ഉള്ളതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് എടുത്തു. പക്ഷേ ഈ സംഭവമൊന്നും നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പുതിയ സംഭവങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വെർച്വൽ റിയാലിറ്റിയുടെ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ആനയെ കണ്ടപ്പോൾ പേടിച്ചിരുന്ന ഇച്ചുമോന് പക്ഷേ പാമ്പിനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. ആളവിടെ തൊട്ട് നോക്കി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇനി ഇത് എന്താ സാധനമെന്ന് അറിയാത്തതുകൊണ്ടാണോ അറിയില്ല, അവനത് വളരെ ഇഷ്ടമായി. പാമ്പിനെയാണെന്ന് തോന്നുന്നു അവന് ഏറ്റവും ഇഷ്ടമായത്. എന്നാണ് ആ പാമ്പിൻ്റെ പേര്. പിന്നീട് നമ്മൾ ഒരുപാട് തൂവൽ കളക്ഷൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷികളുടെ തൂവലുകളും അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ടർക്കിയുടെയും ഓസ്ട്രിച്ചിൻ്റെയും യമൂൻ്റെയും അങ്ങനെ ഒരുപാട് പേരുകൾ എഴുതിയിട്ടുണ്ട്. ചിലതിലൊന്നും പേരുകളൊന്നും അവൈലബിൾ ആയിരുന്നില്ല. പിന്നീട് കുറേ എഗ്സ് ആണ് താഴെ വെച്ചിട്ടുണ്ടായിരുന്നത്. ടൈപ്സ് ഓഫ് എഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പടവും പിന്നെ കോയിൻ കളക്ഷൻസിൻ്റെ വേൾഡിൻ്റെ കോയിൻ കളക്ഷൻസും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കറൻസിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആണെന്ന് തോന്നുന്നു. പിന്നീട് ഇവിടെ ആരെയും ശല്യം ചെയ്യാതെ ഒരാൾ ഉറങ്ങുകയാണ് കേട്ടോ. മുള്ളംപന്നിയാണെന്നാണ് പറഞ്ഞത്. ഞാനിതിനെ എവിടെയാണ് ഇതിൻ്റെ തല വാലെന്നറിയാതെ ഒരുപാട് നോക്കി എന്തായാലും ഉറങ്ങുന്ന ഒരു രൂപം കിട്ടി എന്ന് മാത്രം. പിന്നീട് നമ്മൾ കണ്ടത് ഈ മലയണ്ണാനെയാണ്. ആൾ നമ്മളെ കണ്ടപ്പോഴേ ഒളിച്ച് ആ ബോക്സിനകത്തിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന ഗൈഡ് അതിനെ പുറത്തെടുത്ത് കുട്ടികൾക്കൊന്ന് കാണിച്ചു. ആണെങ്കിൽ അതിനിടയിൽ മലയണ്ണാനെ ഒന്ന് തുറന്നു വിടാനുള്ള ശ്രമമൊക്കെ നടത്തി. പിന്നെ അതുകൊണ്ട് മെല്ലെ അവിടെ നിന്ന് സ്കൂട്ടാവുന്നതാണ് നല്ലതെന്ന് തോന്നിയതുകൊണ്ട് പതിയെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. നല്ല വ്യൂ ആയതുകൊണ്ട് തന്നെ അമ്മമാരെല്ലാം ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന തിരക്കിൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്
വീണ്ടും ഗംഗ ഇങ്ങനെ ആൾക്കാരെയും കൊണ്ട് സഫാരി ചെയ്ത് കറങ്ങി നമ്മുടെ അടുത്തൂടെ ഇങ്ങനെ പോയത്. ഇങ്ങനെ 3-4 പ്രാവശ്യം നമ്മൾ ഗംഗ സഫാരി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. വളരെയധികം ഭംഗിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. നടപ്പാതകളും അതിമനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മൊത്തം പച്ചപ്പാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യം. അപ്പോഴേക്കും നമ്മൾ അടുത്ത പാർക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടി വലിയൊരു പാർക്കാണ് കേട്ടോ. ഇവിടെ കൂടുതലുണ്ടായിരുന്നത് സ്ലൈഡുകളായിരുന്നു കേട്ടോ. പിന്നീട് 1-2 ഊഞ്ഞാലുകൾ ഉണ്ടായിരുന്നു. പിന്നീട് കൊച്ചു കുട്ടികൾക്ക് ഇരുന്ന് ആടാൻ പറ്റുന്ന രീതിയിലുള്ള താറാവ്, കോഴി ആ ടൈപ്പിലുള്ള 1-2 റൈഡുകൾ ഉണ്ടായിരുന്നു. എല്ലാ ഏരിയയിലും അവർ സിറ്റിംഗ് ഏരിയയും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യം. നമുക്ക് ഈ പാർക്കിൽ വിശ്രമിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ചൂടിലും വെയിലിലും ഒക്കെ കൂടെ വരുന്നവർക്ക് അവിടെ ഒരുപാട് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ അവർ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇച്ചു ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നപ്പോഴാണ് ചെറിയൊരു പ്ലാവിൽ കുറേ ചക്കകൾ നിൽക്കുന്നത് കണ്ടത്. അപ്പം ഞാനതും അങ്ങോട്ട് എടുത്തിട്ടോ. പിന്നെ ഇത് ഇങ്ങനെ കറങ്ങി കളിക്കുന്ന ഒരു റൈഡാണ്. അവൻ ആ സ്ലൈഡിൽ നിന്ന് കയറിയിട്ട് പിന്നീട് ഈ കറങ്ങുന്നതിലും ആടുന്നതിലും ഒക്കെ കയറി ഇരിപ്പുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നെങ്കിൽ പോലും ആ റൈഡുകളിൽ നിന്നൊന്നും ഇറങ്ങാൻ ഒട്ടും താല്പര്യപ്പെട്ടില്ല. അങ്ങനെ നമ്മളും കയറി കുറച്ച് നേരം ഈ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി കേട്ടോ. അപ്പോഴാണ് ഇച്ചു അങ്ങോട്ട് ജോയിൻ ചെയ്യാനായിട്ട് വന്നത്. അവൻ പറഞ്ഞു ഞാൻ അമ്മയുടെ കൂടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഓടി വന്ന് എൻ്റെ മടിയിലിരിക്കുകയാണ്. ഇതെന്താണ് മലയണ്ണാനാണോ എന്നൊന്നും ചോദിച്ചു കളയരുത്, ഇതെൻ്റെ മോനാണ് കേട്ടോ. ആൾ ഇതിൻ്റെ മേളിൽ കയറിയപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. ഞാൻ ചോദിച്ചു മോനെ എങ്ങനെ ഇനി നീ തിരിച്ചിറങ്ങുന്നത്? ദാ അമ്മേ ഇങ്ങനെയാണ് ഞാൻ തിരിച്ചിറങ്ങുന്നതെന്ന് പറഞ്ഞ് ആൾ കൂളായിട്ട് ഇറങ്ങി കാണിച്ചു. നമുക്കാണ് പേടി, കുട്ടികൾക്ക് യാതൊരു പേടിയില്ല. അവരവിടെയൊക്കെ ഒരുപാട് എൻജോയ് ചെയ്ത് കളിക്കുകയാണ് ചെയ്തത്. എനിക്ക് ഈ വെയിലിൻ്റെ ഇടയിൽ ഈ നടപ്പാതകളാണ് ഒരുപാട് ഇഷ്ടമായത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ നേരത്തെ കയറിയത് ഊഞ്ഞാലാടിയത്. പിന്നീട് നമ്മൾ ഒരുപാട് പക്ഷികളെയൊക്കെ കാണാനായിട്ട് വീണ്ടും നടക്കുകയാണ് ചെയ്തത്. മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഒട്ടകപ്പക്ഷിയെയും യമുനെയും താറാവിനെയും ഒക്കെ കണ്ടു. കൊച്ചു കുട്ടികളായതുകൊണ്ട് അവർക്കിതൊക്കെ വളരെയധികം എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. പിന്നീട് 1-2 തത്തമ്മകളെ കണ്ടു കേട്ടോ. ചുവന്ന നിറത്തിലുള്ള തത്തമ്മ. അവരെന്നെ കണ്ടതും തലയെല്ലാം പുറത്തിട്ട് ഞങ്ങളെയും കൂടി വീഡിയോ എടുക്കുക ചേച്ചി എന്ന് പറഞ്ഞിട്ട് കാണിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇഗ്വാനെ കണ്ടത്. ഇഗ്വാന എവിടെയാണെന്ന് ഞാൻ ആദ്യം കുറേ നോക്കി. പിന്നീട് നോക്കി വന്നപ്പോഴാണ് അതിൻ്റെ മുകളിലുണ്ടായിരുന്നത് ഇഗ്വാനയാണെന്ന് മനസ്സിലായത്. പിന്നീട് ടർക്കി കോഴിയോ ഗിനിക്കോഴി അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കോഴികളാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കുട്ടികൾക്കൊക്കെ ഈ ടൈപ്പ് മുയലുകളെയൊക്കെ തൊടാനും അടുത്ത് ചെന്ന് എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയ ഒരു സ്ഥലം അത് വേറെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. വേറെ ഒരിടത്തും ഇങ്ങനെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും അടുത്ത് കുട്ടികളെ വിടുമെന്ന് തോന്നുന്നില്ല. വേറെ എവിടെയും വിട്ടിട്ടുണ്ടായില്ല. എന്നാൽ ഈ മുയലുകളെയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊരു കൗതുകമാണല്ലോ. അതിനെയൊക്കെ കാണാനായിട്ട് കുട്ടികൾക്കും അവരെ തൊടാനായിട്ടുമുള്ളൊരവസരം അവരുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറേ ആടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ചെമ്മരിയാടും അവരൊക്കെ ഇങ്ങനെ എന്നെ എടുക്കൂ, എന്നെ ഫോട്ടോ എടുക്കൂ, എൻ്റെ വീഡിയോ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിലോട്ട് വന്ന് നിന്ന് തരാണ്. അങ്ങ് അറ്റത്തായിട്ടൊരു ചെമ്മരിയാട് നിൽപ്പുണ്ടായിരുന്നു. അതെന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആണെങ്കിൽ പിടിച്ച് വലിക്കുകയാണ് പോകാമെന്ന് പറഞ്ഞിട്ട്. ഞാനതിനെ നല്ലപോലെ വീഡിയോ എടുക്കാൻ പോലും അവൻ എന്നെ സമ്മതിച്ചില്ല. പാമ്പിനെ പേടിയില്ലാത്ത ഇവന് ഇതിനെയൊക്കെയാണത്ര പേടി. പാമ്പിനെ എടുത്ത് നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും പറ്റും. എക്സ്ട്രാ നമ്മളൊരു 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് സാധിക്കും. അതുപോലെ ഈ പഞ്ചവർണ്ണ തത്തയും നമുക്ക് തോളത്തെടുത്ത് വെക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. പക്ഷെ നല്ല കൊത്താണ് കൊത്ത്. അവിടെ നിന്ന് നേരെ വന്നപ്പോൾ ഒരുങ്ങി ചമഞ്ഞ സുന്ദരിയ ഒരൊട്ടകം നിൽക്കുന്നത് കണ്ടു കേട്ടോ. നമ്മൾ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം 2 മണിയായപ്പോഴേക്കും നമ്മളവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. മൊബൈൽ ക്യാമറയിൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടിയാണ്. പക്ഷേ ഡിജിറ്റൽ ക്യാമറ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ 500 രൂപ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. ചെറിയൊരു ഫാമിലിക്ക് 500 രൂപയിൽ താഴെ മാത്രമേ ചിലവ് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.